ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും ലോക്കപ്പിലായിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ആ സാധനങ്ങൾ വിറ്റ ആൾക്കാരെ, ആ ചതിയന്മാരെ പിടിച്ച ഇടയിൽ ഇവരാണെങ്കിൽ ആ കൂട്ടുകാരനെ ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഇവരെയും കൂടി പോലീസ് പിടിച്ച് ലോക്കപ്പിൽ ഇട്ടതാണ്. അത് സച്ചിക്ക് എന്തായാലും ഭാഗ്യമായി മാറുകയാണ്. അതേ സ്റ്റേഷനിലേക്ക് തന്നെ ഇങ്ങനെ സാധനങ്ങൾ വിറ്റ് കൊണ്ടുപോയത് ഐറ്റംസുകൾ തിരികെ പോകുവാനായിട്ട് ഈ ഓരോ കടയുടെ ഓണർമാർ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ അവരുടെ സാധനങ്ങൾ പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അത് ഓരോരുത്തരായി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് സുധി അവിടേക്ക് വരുന്നുണ്ട്. സുധിയും പറയുന്നുണ്ട്, എൻ്റെ കുറേ ഐറ്റംസുകൾ പോയിട്ടുണ്ട് സാറ്, ഇവരെന്നെ പറ്റിച്ചു കൊണ്ടുപോയി. TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, AC ഉണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവർ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് മൊത്തം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ അവിടെ ലോക്കപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഫോൺ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കുകയാണ്. അത് നമ്മുടെ സുധി കാണുന്നില്ല, പോലീസുകാരൊന്നും കാണുന്നില്ല. അങ്ങനെ ആ സമയത്ത് സുധി പറയുന്നുണ്ട്, ആകെ 5 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ സാധനങ്ങൾ വിറ്റത്. ആ പൈസ എനിക്ക് അവർ തന്നിട്ട് വേറെ ആൾക്കാർ വന്ന് ആ പൈസ കള്ളനോട്ടാണെന്നും പറഞ്ഞ് അത് അവർ തന്നെ കൊണ്ടുപോയി. എൻ്റെ സാധനവും പോയി, എൻ്റെ പൈസയും പോയി, ഒക്കെ പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു വിധത്തിലാണ് ഡീലർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് 4 ലക്ഷം രൂപ കൊടുക്കാൻ ഒരു വിധത്തിലാണ് ഞാൻ 5 ലക്ഷം സംഘടിപ്പിച്ച് അത് കൊടുത്തത് എന്ന് പറയുമ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, 4 ലക്ഷം ഡീലർക്ക് കൊടുക്കാനുണ്ടായിട്ട് എന്തിനാണ് 5 ലക്ഷം നീ സംഘടിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വേറൊന്നുമല്ല, ഇത്രയധികം സാധനങ്ങളൊക്കെ വിറ്റിട്ട് പ്രോഫിറ്റ് കിട്ടിയതാണെന്നും പറഞ്ഞു 1 ലക്ഷം രൂപ ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിലും കൊടുത്തായിരുന്നു എന്നൊക്കെ പറയുന്നത് മുഴുവനും അവൻ നമ്മുടെ സച്ചി ഒക്കെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയെങ്കിലും എനിക്ക് ആ പൈസ കിട്ടണം എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ആ സാധനങ്ങൾ കിട്ടണം എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ സാധനങ്ങളൊന്നും അവിടെ ഇല്ല സാറേ എന്ന് പറയുകയാണ്. എന്തായാലും ഇവരെന്തായാലും അത് വിറ്റ് പോയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഞങ്ങൾ സംഘടിപ്പിക്കാൻ നോക്കാം, കിട്ടുവാണെങ്കിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ കളിയാക്കുന്നുണ്ട് പോലീസ്. ഇത്രയ്ക്കും പൊട്ടനായി പോയോ നിങ്ങളൊക്കെ എന്ന് ചോദിച്ചിട്ട് കളിയാക്കി സുധി അവിടെ നിന്ന് വിഷമത്തോടു കൂടി പോവുകയാണ്. എന്തായാലും സച്ചിക്ക് അതൊരു അനുഗ്രഹമായി മാറുന്നുണ്ട്. സച്ചി സുധി പോയതിന് ശേഷം പറയുന്നുണ്ട് പോലീസിനോട്, സാറ് ഞങ്ങൾ ഇവരുടെ കൂട്ടത്തിലുള്ളതല്ല, ഞങ്ങൾ അവിടേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ ഉറപ്പാണോ എന്ന് ചോദിക്കണം. അപ്പോൾ അതെ, അപ്പോൾ അവിടെ വേറൊരു കടയുടെ ഉടമ വേറെ ആൾക്കാർ അവിടെ ഉണ്ടാകും. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഇവരുണ്ടായിരുന്നോ നിങ്ങളെ പറ്റിക്കാൻ വന്നതിൽ, നിങ്ങളെ തട്ടിപ്പിന് വന്നതിൽ ഇവരുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറയുമ്പോൾ എന്നാൽ ശരി അവരുടെ പേരും അഡ്രസ്സൊക്കെ മേടിച്ച് സൈൻ ചെയ്തിട്ട് അവരെ പറഞ്ഞയച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനും ആ ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്തായാലും സച്ചിക്ക് നല്ല ഉറപ്പായി രേവതിയുടെ സ്വർണം എടുത്തിട്ടാണ് അവൻ 5 ലക്ഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അവന് ആ പൈസ കിട്ടിയതെന്ന് മനസ്സിലാക്കി വേഗം തന്നെ അവൻ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നതിന് ശേഷം അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ വേഗം തന്നെ അവനെ സുധിയെയും അമ്മയെയും വിളിക്ക്, ഞാൻ എല്ലാവരും വരട്ടെ, ഒരു കാര്യമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ് ഹാളിലേക്ക്. അപ്പോൾ ആ സമയത്ത് എന്താടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം നമ്മുടെ സച്ചി പറയുകയാണ്, എനിക്കൊരു സിനിമ കാണിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോവാണോ എന്ന് നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് സിനിമയ്ക്ക് പോകുന്നൊന്നുമില്ല, ഞാനിവിടെ എൻ്റെ മൊബൈലിലാണ്, എൻ്റെ മൊബൈലിലുണ്ട്, അത് ഞാൻ കാണിക്കാമെന്ന് പറയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ തെറ്റാണ്, അത്രയോ കഷ്ടപ്പെട്ടിട്ടാണെന്ന് പറയും ഒരു സിനിമയ്ക്ക് അവർ പിടിക്കുന്നത്, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അതല്ല, ഇത് ഞാൻ പിടിച്ച സിനിമ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയോട് ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പം എല്ലാവരും കണ്ടോ, ഞാനൊരു സിനിമ വെക്കാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് ഇവൻ ഇത് ഓണാക്കിയിട്ട് TV കാണിച്ചു കൊടുക്കുകയാണ്. ഇവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സുധി ലോക്കപ്പിലേക്ക് വന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതും പോലീസിനോട് സംസാരിക്കുന്നതും അവൻ ആ സാധനങ്ങളൊന്നും വിറ്റുപോയില്ല, അത് തനിക്ക് പറ്റിക്കപ്പെട്ടതാണെന്നും അതുപോലെ തന്നെ പുറകിലൂടെ വന്നിട്ട് ഈ കള്ളപ്പണമാണെന്ന് പറഞ്ഞ് അവരുടെ ആൾക്കാർ എന്നെ ആ പൈസ കൊണ്ടുപോയതും അതുപോലെ ഡീലർക്ക് 4 ലക്ഷം രൂപ കൊടുത്തതും 1 ലക്ഷം ലാഭമാണെന്ന് പറഞ്ഞ് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും കേട്ട് നിൽക്കുകയാണ്. എല്ലാവരും അന്തം വിട്ട പോലെ നിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഷോക്കാവുന്നത് നമ്മുടെ ശ്രുതിക്ക് തന്നെയാണ്. ശ്രുതിയെ നന്നായി നോക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇവന് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ലാഭം, ഇവനെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ ഇവൻ ഇത്രയും പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനൊക്കെ പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പം രേവതിയാണെങ്കിൽ സച്ചിയെ പുകഴ്ത്തിയിട്ട് പറയുന്നുണ്ട്, ശ്രുതിയെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മുടെ ശ്രുതിയോട് സംസാരിക്കുകയാണ്. ശ്രുതിക്ക് അത് ഭയങ്കര നാണക്കേടായി തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ആ അച്ഛൻ നിങ്ങട് നീ നിൽക്കടാ എന്ന് പറഞ്ഞിട്ട്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കളവ് പറഞ്ഞത്, ഒരു ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ പറ്റിക്കപ്പെടും, അതൊക്കെ സാധാരണയാണ്, പക്ഷേ നീ അതിനുശേഷം ഇവിടെ വന്നിട്ട് എന്തൊരു വലിയ നാടകമാടാ കളിച്ചത്, നിനക്ക് അതിൻ്റെ ആവശ്യം എന്തായിരുന്നട എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ശ്രുതിയോട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അപ്പോൾ സച്ചി ചെന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എടാ സത്യം പറയടാ, എനിക്കറിയാടാ ഈ പൈസ നിനക്ക് എവിടുന്നാ കിട്ടിയെന്ന്, നീ പറയടാ സത്യം, നിനക്ക് എവിടുന്നാടാ ഈ 5 ലക്ഷം കിട്ടിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, എന്തിനാ ശ്രുതി നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, നീ ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സച്ചി അവനിങ്ങനെ അടിക്കാൻ എന്ന രീതിയിൽ അവനിങ്ങനെ ചെല്ലുകയാണ്. സത്യം പറയടാ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വർഷയും പറയുന്നുണ്ട്, ഇതെന്തത് ഇങ്ങനെയൊക്കെ ഒരാൾ നുണ പറയുമോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും കുറ്റവിചാരണം നടത്തുകയാണ് നമ്മുടെ ശ്രുതിയെ. അപ്പോൾ എന്തായാലും ശ്രുതിയെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രയെയും പിടിക്കുമല്ലോ സ്വർണത്തിൻ്റെ കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ ചന്ദ്ര ബുദ്ധിപൂർവ്വം ഇടപെട്ടിട്ട് സച്ചിയുടെ തട്ടി മാറ്റിയിട്ട് നേരെ ശ്രുതിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അവൻ്റെ കാരണം നോക്കി കുറേ അടിക്കുകയും പുറത്തടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്തിനാണ് ഇത്രയും വലിയ ദ്രോഹം ഞങ്ങളോട് ചെയ്തത്, നീ എന്തിനാണ് ഞങ്ങളെല്ലാവരെയും പറഞ്ഞ് പറ്റിച്ചത്, നീ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തലങ്ങും വെലങ്ങും അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലായി. സച്ചി കൈ കെട്ടി അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അമ്മ കാണിക്കുന്ന ആ ഒരു നാടകം കണ്ടിട്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ തലങ്ങും വിലങ്ങും അടിച്ചിട്ട്, സത്യം പറയടാ, നിനക്ക് എവിടുന്നടാ പൈസ കിട്ടിയത്, നീ ആരെയൊന്ന് കടം മേടിച്ചതാടാ, ആരെങ്കിലും ഒന്ന് കടം മേടിച്ചതാണെങ്കിൽ നീ പറയടാ. എന്നിട്ട് ഇങ്ങനെ ചെവിടുമലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെവിടൊക്കെ ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ പിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പം എങ്ങനെയെങ്കിലും അവൻ്റെ വായിൽ നിന്ന് വരുത്തിക്കണം, ഞാനത് കടം വാങ്ങിയതാണ് എന്ന് വരുത്തിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചന്ദ്ര ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എടാ പറയടാ, ആരെങ്കിലും ഒന്ന് കടം വാങ്ങിയതാണ്, നീ ആരെയൊന്ന് കടം വാങ്ങിയതാടാ, വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ പൊട്ടൻ ശ്രുതി ആ നേരം വരെയും അമ്മ പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശരിയാ, ഞാൻ കടം മേടിച്ചതാ. അപ്പം എവിടുന്നാണ് നീ കടം മേടിച്ചത്? അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത്രയും പൈസ കടം വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഏത് കൂട്ടുകാരെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പാർക്കിൽ ഒന്നിച്ച് വന്നിരുന്നതാണ്, അവൻ്റെ കയ്യിൽ നിന്ന് അവൻ പലിശയ്ക്ക് കൊടുക്കുന്നവനാണ്, അവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ പൈസ വാങ്ങിയത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ചന്ദ്ര അങ്ങനെ പറയിപ്പിച്ചെടുക്കണതാണ് അവനെ കൊണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തൻ്റെ മകനെ രക്ഷപ്പെടുത്താനും അവനെ പിടികൂടിയാൽ താനും അതിൽ പ്രതിയാകുമല്ലോ. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാനാണ് ശ്രുതിയെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത്. എന്തായാലും അവിടെ തൽക്കാലത്തിന് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സച്ചി വീടൊന്നുമില്ല, സച്ചി ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരിക്കും. അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത റിവ്യൂവിൽ എന്തായാലും പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.